തരിശുരഹിത കേരളം എന്നത് ഈ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ, നിലമൊരുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ സംഭവിക്കുന്നത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനുള്ള കുടുംബശ്രീയും കൃഷിക്കൂട്ടങ്ങളും കർഷകരുമെല്ലാം ഇത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ സന്നദ്ധരാണ്. അങ്ങനെ വരുമ്പോൾ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, ഇവരുടെ ഉടമസ്ഥയുള്ള ഭൂമിയാണ് ഏറ്റവും കൂടുതൽ തരിശു കിടക്കുന്നത്. ആ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ഒരുക്കുമ്പോൾ അതിൽ നിലമൊരുക്കാൻ NRIG തൊഴിലാളികൾക്ക് അനുമതി ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത് പരിഹരിക്കാൻ നമുക്ക് ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്നതാണ് എൻ്റെ ചോദ്യം. സർ, കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് മാത്രമേ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ പറ്റൂ. കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകൾക്കകത്ത് വരുന്നതാണെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താം. എന്തായാലും തരിശ് നിലം കൃഷിയോഗ്യമാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രകൃതി വിഭവ പരിപാലന പ്രവർത്തനങ്ങൾ, പൊതുകുളങ്ങളുടെ പുനരുദ്ധാരണം, കാർഷിക കുളങ്ങളുടെ നിർമ്മാണം, ഗ്രാമീണ റോഡുകൾ, സ്കൂളുകൾക്കുള്ള ശുചിമുറി നിർമ്മിക്കൽ, സ്കൂൾ അടുക്കളകൾ, സ്കൂൾ ചുറ്റുമതിലുകൾ, കളിസ്ഥലങ്ങളുടെ നിർമ്മാണം തുടങ്ങിയവയൊക്കെ നമ്മളിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, മാലിന്യമുക്ത നവകേരളത്തിൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് തൊഴിലുറപ്പിനെ നന്നായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായി 13,795 സോക്ക് പിറ്റ്, 3,878 കമ്പോസ്റ്റ് പിറ്റ് എന്നിവ ലഭ്യമാക്കാൻ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്.